ഹായ് വെൽക്കം ടു ജിപ്പോട്ട്. എല്ലാവർക്കും ജിപ്പോട്ടിലേക്ക് സ്വാഗതം. ക്രിസ്മസ് എക്സാമിന് വേണ്ടി വളരെ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത് വരികയാണ്. അപ്പോൾ ചാപ്റ്റർ നമ്പർ 10 വെക്റ്റർ ഓൾജിബ്ര എല്ലാവർക്കും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്ററാണ്. പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പെട്ടെന്ന് ഇതിലെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാം. അപ്പോൾ ഈ വെക്റ്റർ ഓൾജിബ്രയിൽ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങൾ, അതായത് ഈ കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങളെല്ലാം പഠിച്ചതാണെങ്കിലും തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണാതിരിക്കരുത്. അവസാനം വരെ കണ്ട് എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കണം. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇഫ് A equal to 153 and B equal to 457, be 2 points, then find vector AB. അതായത് എയും ബിയും രണ്ട് പോയിന്റുകളാണ്. ആ പോയിന്റ് ജോയിൻ ചെയ്യുന്ന ലൈൻ, ആ എ ബി എന്ന് പറയുന്ന ലൈനിന്റെ വെക്റ്റർ ഫോമാണ് നിങ്ങളോട് ചോദിച്ചത്. അപ്പോൾ നമ്മളിത് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എ ബി. ഇതാ നോക്കണേ, എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, എ ബി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇത് വെക്റ്റർ ഫോമിൽ, അതായത് നമ്മുടെ സാധാരണ രീതിയിൽ കമ്പോണൻറ്റ് ഫോമിലേക്ക് ഈ വെക്റ്ററിനെ മാറ്റി നിങ്ങൾ എഴുതണമെങ്കിൽ ഇത്രയുള്ള പരിപാടി. എ ബി ആണ് വെക്റ്റർ എങ്കിൽ, വെക്റ്റർ എ ബി ആണെങ്കിൽ ബിയിൽ നിന്ന് നിങ്ങൾ എ മൈനസ് ചെയ്യണം. വെക്റ്റർ എ ബി ആണെങ്കിൽ ബിയിൽ നിന്ന് എ മൈനസ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണ്? ഇവിടുത്തെ എക്സ് കോർഡിനേറ്റിൽ നിന്ന് ഇവിടുത്തത് മൈനസ് ചെയ്യുക, അതായത് 4 - 1 എന്നിട്ട് ഐ ക്യാപ്പ് ഇട്ട് കൊടുക്കുക. ഓക്കെ, പ്ലസ് പിന്നെ അടുത്ത നോക്കേ, ഇവിടുത്തെ വൈയിൽ നിന്ന് ഇവിടുത്തെ വൈ മൈനസ് ചെയ്യുക, അതായത് 5 - 5 5 - y ജെ ക്യാപ്പ് പ്ലസ് ഇവിടുത്തെ സെഡ് കോർഡിനേറ്റിൽ നിന്ന് ഇവിടുത്തത് മൈനസ് ചെയ്യുക, അതായത് 7 - 3 കെ ക്യാപ്പ്. അങ്ങനെയാണ് നിങ്ങൾ ഇതിൻ്റെ ആൻസർ വരേണ്ടത്. അപ്പോൾ നോക്ക്, 4 - 1 3 അല്ലേ, സോ ആൻസർ വിൽ ബി 3 ഐ ക്യാപ്പ്. ഇവിടെ 0 ആയി പോകും, അപ്പോൾ 0 ജെ ക്യാപ്പ്. ഇവിടെ എന്താവും? 7 - 3 4, അപ്പോൾ 4 കെ ക്യാപ്പ്. ഇതാണ് നിങ്ങളുടെ വെക്റ്റർ എ ബി. സിമ്പിൾ. ഇനി ക്വസ്റ്റ്യൻ നോക്കും. ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ബി. എ ബി എന്ന് പറയുന്ന വെക്റ്ററിൻ്റെ അതേ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്റ്ററാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ആ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. യൂണിറ്റ് വെക്റ്റർ എലോങ് എ ബി. എലോങ് എ ബി എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറയുന്ന ആ വെക്റ്ററിൻ്റെ അതേ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്റ്റർ, ഏത് വെക്റ്റർ ആവട്ടെ അതിൻ്റെ അതേ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്റ്റർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് വെക്റ്റർ, ആ വെക്റ്റർ ഏതാണോ ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ എങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് ഫൈൻഡ് ചെയ്യുക? അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിലെ ഇക്വേഷൻ. യൂണിറ്റ് വെക്റ്റർ എലോങ് എ ബി ആണെങ്കിൽ വെക്റ്റർ എ ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി. അപ്പോൾ നിങ്ങൾ എഴുതിക്കോ, യൂണിറ്റ് വെക്റ്റർ ആണെങ്കിൽ നമ്മൾ അതിൽ ഡിനോട്ട് ചെയ്യുക ക്യാപ്പ് ഇട്ടിട്ട്. അപ്പോൾ എ ബി ക്യാപ്പ് എന്ന് വേണമെങ്കിൽ എഴുതി കൊടുക്കാം, നോ പ്രോബ്ലം. അപ്പോൾ അതാ വിച്ച് ഈസ് ഈക്വൽ ടു എ ബി, വെക്റ്റർ എ ബി എന്താ നോക്ക്, 3i + 4k. അപ്പോൾ നിങ്ങൾ അതിനെ 3i + 4k എന്ന് എഴുതുക. കെ ഉള്ളത്, സോറി ജെ ഉള്ളതില്ലല്ലോ, അപ്പോൾ അതിട്ട് കൊടുക്കണമെന്നില്ല. അപ്പോൾ ദ സ്ക്വയർ റൂട്ട് ഓഫ് മാഗ്നിറ്റ്യൂഡ് എങ്ങനെ എഴുതാന്ന് അറിയോ? ഇതിൻ്റെ കമ്പോണൻസ്, സ്കേലാർ കമ്പോണൻസ് നമ്മൾ ഇതിനെ വിളിക്കുക 304. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്ക്വയേഴ്സ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ സം, സീറോൻ്റെത് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളുടെ ആൻസർ വരുന്നത് ഇങ്ങനെയായിരിക്കും, 3i + 4k ഡിവൈഡഡ് ബൈ 3² എന്ന് പറഞ്ഞാൽ 9, 4² എന്ന് പറഞ്ഞാൽ 16, 9 + 16 എന്ന് പറഞ്ഞാൽ 25, അപ്പോൾ റൂട്ട് 25. ഒന്നുകൂടി ഇത് അടിപൊളിയാക്കി ചെയ്യുന്ന സമയത്ത് 3i + 4k ഓൾ ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. വേണമെങ്കിൽ ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ നല്ലത്, അതായത് 3/5 ഐ ക്യാപ്പ് പ്ലസ് 4/5 കെ ക്യാപ്പ്. ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്റ്റർ എ ബി. കാര്യം ക്ലിയർ ആണല്ലോ? ഈസി ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു ഐഡിയ മനസ്സിലുണ്ടായിരിക്കണം. ഇനി അടുത്ത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ വെക്റ്റർ പെർപെൻഡിക്കുലർ ടു എ ബി. അപ്പോൾ എ ബി എന്ന് പറയുന്ന വെക്റ്റർ ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. എ ബി എന്ന് പറയുന്ന വെക്റ്റർ നിങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ, എ ബി എന്ന് പറയുന്ന വെക്റ്റർ 3i + 0j + 4k അല്ലേ, 4k. ഇതാണ് നിങ്ങളുടെ ആക്ച്വലി എ ബി എന്ന് പറയുന്ന വെക്റ്റർ. ഇതിന് പെർപെൻഡിക്കുലർ ആയുള്ള ഒരു വേറെ വെക്റ്റർ ഉണ്ട്, അതാണ് നിങ്ങളോട് ഇതിൽ നിന്ന് കണ്ടെത്താൻ പറഞ്ഞത്. അതെന്താ? നമ്മൾ മുമ്പ് പഠിച്ചൊരു കണ്ടീഷൻ ഉണ്ട്, ഇത് ഓർത്തിരിക്കണം. ഇഫ് എ ആൻഡ് ബി രണ്ട് വെക്റ്റേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ദെൻ അത് രണ്ടിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. എ ഡോട്ട് ബി എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ ഒരു പോയിന്റ് മാത്രം മതി നിങ്ങൾക്ക് ഇവിടെ. അപ്പോൾ നിങ്ങൾ നോക്ക്, അതായത് ഈ വെക്റ്ററും ഇതിലേതോ ഒരു വെക്റ്ററും നിങ്ങൾ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്ത് 0 കിട്ടണം, അതാണ് കണ്ടീഷൻ. അപ്പോൾ വെറുതെ ഞാൻ ഇങ്ങനെ അത് നിങ്ങളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. 3 ഇവിടെ കെൻ്റെ കൂടെ 4 ഉള്ളത്, അപ്പോൾ 3 × 15, സോറി 3 × 15 45, ജെ ഉള്ളതില്ല, ആൻഡ് 4 × 20 80. അപ്പോൾ അതെന്തായാലും 0 ആവില്ല. ഇനി എടുത്ത് നോക്കുക, ഇതും ചെയ്ത് നോക്കുന്ന സമയത്തും നോട്ട് പോസിബിൾ. എന്തായാലും നിങ്ങൾക്ക് എന്ത് കിട്ടൂല? 0 കിട്ടൂല. പക്ഷേ ഇതും എടുത്ത് നോക്ക് നിങ്ങൾ, 3i, ഇവിടെ ജെയും കെയും ഇല്ല. അപ്പോൾ നമ്മളിതാ എടുത്ത് നോക്കുന്ന ഇതാണ് 3i + 0j + 4k. ഇവിടെ ഐയും കെയും ആണ് ഇല്ലാത്തതില്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇത് രണ്ടിൻ്റെയും ഒന്ന് ഡോട്ട് പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്തു. ഐയും കെയും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം 0i
-5j പ്ലസ് 0k. ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് ഒന്ന് ഫൈൻഡ് ചെയ്ത് നോക്ക്. അപ്പോൾ ആൻസർ 0 ആണെങ്കിൽ എ ഡോട്ട് ബി, ഈ ഡോട്ട് പ്രോഡക്റ്റിന് ആൻസർ 0 ആണെങ്കിൽ അത് രണ്ടും പെർപെൻഡിക്കുലർ ആയിരിക്കും. 3 × 0 0 പ്ലസ് 0 × -5 0 പ്ലസ് 4 × 0 0. അപ്പോൾ ഈ രണ്ട് വെക്ടേഴ്സിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് എടുത്തപ്പോൾ 0 അല്ലേ? സോ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്റ്റർ എന്ന് പറയുന്നത്, എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്റ്റർ എന്ന് പറയുന്നത് -5j. -5j ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി. ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഈ കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇത് നല്ലൊരു ചോദ്യമാണ്. ഇവിടെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ് ബെറ്റർ. ഓക്കെ, ആൻഡ് അടുത്തതിലേക്ക് വരാം. നോക്കിക്കേ, കൺസിഡർ ദ vectors a and b, find a unit vector in the direction of a plus b. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു വെക്ടറിൻ്റെ അതേ ഡയറക്ഷനിൽ യൂണിറ്റ് വെക്ടർ ഫൈൻഡ് ചെയ്യണമെങ്കിൽ ദാറ്റ് വെക്ടർ ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഇവിടെ എ പ്ലസ് ബിയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ് വേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി വാണ്ട് ടു ഫൈൻഡ് എ പ്ലസ് ബി. എ പ്ലസ് ബി എന്താണെന്നുള്ളത് ഫൈൻഡ് ചെയ്യണം. എങ്ങനെ രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യുക? ദിസ് ഈസ് വെരി സിമ്പിൾ. ഇവിടെ അതിൻ്റെ കൂടെ 1, അവിടെ അതിൻ്റെ കൂടെ എത്ര -1. അപ്പോൾ അതാ 1ഉം -1ഉം ആഡ് ചെയ്യുക, എന്നിട്ട് ഐ ക്യാപ്പ് ഇട്ട് കൊടുക്കുക. പ്ലസ് ഇവിടെ ജെൻ്റെ കൂടെ 2, അപ്പോൾ അതാ 2. അവിടെ ജെൻ്റെ കൂടെ ആരും ഇല്ല, അതായത് 0 ആണെന്നാ. അപ്പോൾ 2 + 0 ജെ ക്യാപ്പ്. പ്ലസ് ഇവിടെ കെൻ്റെ കൂടെ -5, അവിടെ 7, അപ്പോൾ -5 + 7 കെ ക്യാപ്പ്. ഇങ്ങനെയാണ് ആൻസർ വരേണ്ടത്. ഒന്നുകൂടി നോക്കിക്കേ, 1 + -1 0 0 ഐ ക്യാപ്പ് എന്ന് വരാം. എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇതിയാലും വലിയ പ്രശ്നമില്ല. ഇനി 2 + 0 2 അല്ലേ, അപ്പോൾ അതാ 2j. -5 + 7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 അല്ലേ, അപ്പോൾ 2k. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എ പ്ലസ് ബി. ഇനി നോക്കിക്കേ, യൂണിറ്റ് വെക്റ്റർ എലോങ് എ പ്ലസ് ബി. നമുക്ക് വേണ്ടത് അതാ യൂണിറ്റ് വെക്റ്റർ എലോങ് എ പ്ലസ് ബി. എ പ്ലസ് ബിയുടെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ. അപ്പോൾ ഞാനത് എങ്ങനെ എഴുതേണ്ടത്? എ പ്ലസ് ബി ഏതാണോ വെക്റ്റർ അത് എഴുതുക, ഡിവൈഡഡ് ബൈ എന്താണോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അത്. അത്രയുള്ള പരിപാടി. അപ്പോൾ നോക്കേ, എ പ്ലസ് ബി എന്ന് പറയുന്ന വെക്റ്റർ 2j + 2k ഇത്ര മതി. ഡിവൈഡഡ് ബൈ അതിൻ്റെ വെക്റ്ററാണ് എഴുതിയത്. ഇനി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേണം 2² + 2². 2² + 2² എന്ന് പറഞ്ഞാൽ 4 + 4. 4 + 4 എന്താ? 8, √8. അപ്പോൾ ഇതിന് വേണമെങ്കിൽ ഞാൻ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് 2j + 2k √8 അല്ലേ, ഇത് √8 വരിക. അല്ലെങ്കിൽ നമുക്കത് ഇങ്ങനെ എഴുതാം, 2 × 4 എന്ന് എഴുതിക്കൂടെ. 2² എന്ന് പറഞ്ഞാൽ 4, 4 ആഡ് ചെയ്താൽ 8. 2 × 4 എന്ന് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. 4ൻ്റെ റൂട്ട് എന്താ? 2. അപ്പോൾ നിങ്ങളിത് ഒന്നുകൂടി അടിപൊളിയാക്കിയതാ, ഇങ്ങനെ എഴുതിക്കോ, 2j + 2k ഡിവൈഡഡ് ബൈ 2√2. സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ 2j / 2√2 + 2k / 2√2. 2 × 2 ക്യാൻസൽ ചെയ്തു. അപ്പോൾ നിങ്ങളുടെ ഫൈനൽ ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. 2 × 2 ഇവിടുന്ന് ക്യാൻസൽ ചെയ്തു, ഇവിടുന്ന് ക്യാൻസൽ ചെയ്തു. അപ്പോൾ 1/√2j + 1/√2k. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ. ഗോട്ട് ഇറ്റ്? സിമ്പിളാണ് കാര്യം, മനസ്സിലാക്കി വെക്കുക. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് അടുത്തത്, രണ്ട് വെക്ടേഴ്സ് തന്നു, അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എഴുതാൻ പറഞ്ഞു. എങ്ങനെയാണ് രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്താൽ? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിലും ഡിസ്കസ് ചെയ്തു. എ ഡോട്ട് ബി ആണ് ചോദിക്കുന്നതെങ്കിൽ ഒന്നുമില്ലടാ, എ ഡോട്ട് ബി ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സ്കേലാറാണ് കിട്ടുക. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് നമ്മൾ സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് വിളിക്കാറുണ്ട്. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുക ഫൈൻ സ്കേലാർ പ്രൊഡക്റ്റ് ഓഫ് എ ആൻഡ് ബി എന്നൊക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഐയുടെ കൂടെ 2, ഐയുടെ കൂടെ 1, അപ്പോൾ 2 × 1 പ്ലസ് ജെയുടെ കൂടെ 3, ഇവിടെ 1 കോയിഫിഷ്യൻ്റ് ആണ്, അപ്പോൾ 3 × 1 പ്ലസ് അവിടെ കെയുടെ കൂടെ 4, ഇവിടെ കെയുടെ കൂടെ -2, അപ്പോൾ 4 × -2. അപ്പോൾ നമുക്ക് 2 പ്ലസ് 3 × 1 3, 4 × -2 എന്ന് പറഞ്ഞാൽ -8 അല്ലേ, അപ്പോൾ -8. 2 + 3 5, 5 - 8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ ഈസ് -3. ഓക്കെ, കിട്ടി. സിമ്പിൾ കാര്യം. ഇനി അടുത്ത് നോക്ക്, ഫൈൻ മാഗ്നിറ്റ്യൂഡ് എ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ബി. മാഗ്നിറ്റ്യൂഡ് എയും മാഗ്നിറ്റ്യൂഡ് ബിയും ഫൈൻഡ് ചെയ്യണം. മാഗ്നിറ്റ്യൂഡ് എ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് കമ്പോണൻസ് നോക്ക്, 2 3 4, അപ്പോൾ 2² + 3² + 4². നോക്കിക്കേ, 4ൻ്റെ സ്ക്വയർ 16, 3ൻ്റെത് 9, 16 9 25, 25ഉം 2ൻ്റെ സ്ക്വയർ 4, 25 4 29, അപ്പോൾ √29. ഇതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. കഴിഞ്ഞു. ഇനി മാഗ്നിറ്റ്യൂഡ് ബി ഇതെങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക? ബിയുടെ മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ റൂട്ട് ഓഫ് 1 1 -2, അപ്പോൾ 1² + 1² + -2². -2ൻ്റെ സ്ക്വയർ 4, 1ൻ്റെത് 1, 1ൻ്റെത് 1 അല്ലേ, അപ്പോൾ 4 + 1 5 + 1 6. സോ ദ ആൻസർ ഈസ് √6. ഇതാണ് നിങ്ങളുടെ ഈ രണ്ട് വെക്ടേഴ്സിൻ്റെയും മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡും ഡോട്ട് പ്രൊഡക്റ്റും കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ കൃത്യമായിട്ട് പഠിച്ചു. ഇത് പല ചോദ്യങ്ങളിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. ആൻഡ് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്, the position vectors of 3 points A, B, C are given to be. 3 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ പൊസിഷൻ വെക്ടേഴ്സ് ആട്ടോ നിങ്ങൾക്ക് തന്നത്, ക്യാപ്പ് ഇടണേ ഇവിടെയൊക്കെ. അപ്പോൾ പൊസിഷൻ വെക്ടേഴ്സാണ് 3 പോയിന്റിൻ്റെത് തന്നത്. ഓക്കെ, നിങ്ങളുടെ എ ബിയും എ സിയും വെക്ടർ എന്താണെന്ന് ക്വസ്റ്റ്യൻ. അപ്പോൾ പൊസിഷൻ വെക്ടർ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. എന്നാലും ഞാനൊന്ന് പറയാം. നോക്കിക്കേ, നമ്മുടെ കയ്യിൽ 3 ഡയമെൻഷണൽ സ്പേസ് ഉണ്ട്.
ഓക്കെ, 3 പോയിന്റ് ഉണ്ട്, എയും ബിയും സിയും. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ്, ബി എന്ന് പറയുന്ന പോയിന്റ്, സി എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൻ്റെ പൊസിഷൻ വെക്റ്റർ നിങ്ങൾ ശ്രദ്ധിക്കണേ. എ എന്ന് പറയുന്ന പോയിന്റിന് നമ്മൾ പൊസിഷൻ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ അത് പറയട്ടെ. പൊസിഷൻ വെക്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എ എന്ന് പറഞ്ഞ പോയിന്റ് ആണെങ്കിൽ ഒറിജിനും എയും കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ വെക്റ്റർ ഇല്ലേ, ഇതാണ് ഒറിജിൻ. ഒറിജിനും എയും കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ വെക്റ്റർ, അതിനെയാണ് എ എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്റ്റർ ആയിട്ട് നമ്മൾ പറയാം. അപ്പോൾ നിങ്ങൾ നോക്കിക്കുക, വളരെ സിമ്പിളാ കാര്യം. എയുടെ പൊസിഷൻ വെക്റ്റർ ഐ ക്യാപ്പ് പ്ലസ് 3 ജെ ക്യാപ്പ് പ്ലസ് 3 കെ ക്യാപ്പ് ആണെന്ന് വിചാരിച്ചോ. ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്റ്റർ എങ്കിൽ ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എങ്ങനെയാണ് നമ്മൾ എഴുതാന്നറിയോ? ഇവിടുത്തെ സ്കേലാർ കമ്പോണന്റുകൾ ഐൻ്റെത് 1, ജെൻ്റെത് 3, കെൻ്റെത് 3. അപ്പോൾ 1,3,3 എന്ന് എഴുതാം. ഇതാണ് എയുടെ സ്കേലാർ വെക്റ്റർ എ. ഇത് വെക്റ്റർ എ എന്ന് വേണമെങ്കിൽ പറയാട്ടോ. ഇതിന്റെ സ്കേലാർ കമ്പോണന്റ് എന്ന് പറയുന്നത് 1ഉം 3ഉം 3. അപ്പോൾ 1ഉം 3ഉം 3 ആയിരിക്കും ആ എ എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്. ഇനി ബി എന്ന് പറയുന്ന പോയിന്റ് നോക്കിക്കേ. ഇവിടെ ബിയും സിയും ഒക്കെ ഉണ്ടല്ലോ. ഞാൻ ഈ ബി എന്ന് പറയുന്ന പോയിന്റിൻ്റെതും സി എന്ന് പറയുന്നതിൻ്റെതും വെറുതെ എഴുതാൻ പോവാ. നോക്കിയാ, ബി എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്റ്റർ ആണ് 4i + k. 4i + k കേട്ടോ, നോക്കിക്കോ, 4i + k. അപ്പോൾ 4i + k ആണ് ബി എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്റ്റർ എങ്കിൽ ഇതെങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്ത ഐ 4. എടാ ജെൻ്റെത് ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ 0 ആൻഡ് കെയുടെ മുമ്പിലുള്ളത് 1 അല്ലേ? ഇത്രയുള്ള പരിപാടി. അങ്ങനെയാണ് സിയുടെ പൊസിഷൻ വെക്റ്റർ. സി എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്റ്റർ തന്നിട്ടുണ്ടല്ലോ. സി എന്ന് പറയുന്ന പോയിന്റ് ഏതായിരിക്കും? -2, 4, 2. അപ്പോൾ അതാ -2, 4, 2. ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പറഞ്ഞു. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ഇനി ചോദ്യം അതൊന്നുമല്ല. നിങ്ങളോട് ചോദിച്ച ചോദ്യം എന്താ നോക്കിക്കേ. ഈ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം കേട്ടോ. ഒരു പോയിന്റിന്റെ പൊസിഷൻ വെക്റ്റർ തന്നാൽ ആ പോയിന്റ് ഏതാണെന്ന് എഴുതാൻ പറ്റണം. ഒരു പോയിന്റ് തന്നാൽ ആ പോയിന്റിന്റെ പൊസിഷൻ വെക്റ്റർ എഴുതാൻ പറ്റണം. സിമ്പിൾ. ഫൈൻഡ് എ ബി ആൻഡ് എ സി. എ ബി എന്ന് പറയുന്ന വെക്റ്ററും എ സി എന്ന് പറയുന്ന വെക്റ്ററും ആണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞത്. അപ്പോൾ നോക്ക്, എ ബിയും എ സിയുമാണ്. വാട്ട് ഈസ് എ ബി? എ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെക്റ്ററാ എ ബി. അപ്പോൾ അതെങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക? എ ബി, എയിൽ നിന്ന് ബിയിലേക്കാണ്. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എ മൈനസ് ചെയ്യണം. അപ്പോൾ നോക്കിക്കേ, 4 - 1 3. അപ്പോൾ അതാ 3i ക്യാപ്. ശ്രദ്ധിക്കുന്നു വിചാരിക്കുന്നു. 0 - 3 ജെ ക്യാപ്. അടുത്തത് നോക്ക്, 1 - 3 -2. അപ്പോൾ -2 കെ ക്യാപ്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, 2 പോയിന്റ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 2 പോയിന്റ് കണക്ട് ചെയ്യുന്ന ലൈനിനെ നമ്മൾ കമ്പോണന്റ് ഫോമിൽ വെക്ടറായിട്ട് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ പോയിന്റിൽ നിന്ന് ആദ്യത്തത് അതിൻ്റെ കോർഡിനേറ്റ്സ് മൈനസ് ചെയ്തിട്ട് ഐയും ജെയും കെ ഇട്ട് കൊടുത്താൽ മതി. എന്ത് ഈസിയാ. ഇനി അടുത്ത നോക്ക്, എ സി വെക്ടർ എ സി. അപ്പോൾ സിയിൽ നിന്ന് എ മൈനസ് ചെയ്യണം. -2 - 1 അതായത് -3i. ഓക്കെ, 4 - 3 അപ്പോൾ 1. അപ്പോൾ 1 × ജെ. ഓക്കെ, ആൻഡ് 2 - 3 -1 × k -k. ഇനി നിങ്ങളോട് ചോദിച്ചത് ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ബി ആൻഡ് എ സി. അതായത് എ ബി എന്ന് പറയുന്ന വെക്റ്റർ ഇവിടെ, ഇതാണ് എ ബി എന്ന് പറയുന്ന വെക്റ്റർ. എ സി എന്ന് പറയുന്ന വെക്റ്റർ ഇവിടെ, ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു ആംഗിൾ തീറ്റ ഉണ്ടാകുന്നുണ്ട് എന്ന് വിചാരിച്ചു. ആ ആംഗിൾ ആണ് ചോദിച്ചത്. അപ്പോൾ ആംഗിൾ ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. cos θ = a.b ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് a × മാഗ്നിറ്റ്യൂഡ് b. രണ്ട് വെക്ടേഴ്സിൻ്റെ ഇടയിലുള്ള ആംഗിൾ ഫൈൻഡ് ചെയ്യാനുള്ള പ്രസിദ്ധമായ ഇക്വേഷൻ ഇതാ. ഓക്കെ, അപ്പോൾ ഇവിടെ 2 വെക്ടേഴ്സ് നിങ്ങൾക്ക് തന്നത് ഇതാ നോക്കണേ, എ ബിയും എ സിയും. ഞാൻ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് ഒക്കെ വെറുതെ ഇവിടെ നിന്ന് എഴുതട്ടെ. മാഗ്നിറ്റ്യൂഡ് എ ബി എന്തായിരിക്കും വെറുതെ ഒന്ന് പറ. 3 - 3 - 2. അപ്പോൾ 3² പ്ലസ് -3² പ്ലസ് -2². 3ൻ്റെ സ്ക്വയർ എത്ര? 9. 3 - 3ൻ്റെ സ്ക്വയർ 9. 9ഉം 9ഉം 18 അല്ലേ? 18 പ്ലസ് -2ൻ്റെ സ്ക്വയർ 4. 18 + 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 22. അപ്പോൾ √22 ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി മാഗ്നിറ്റ്യൂഡ് എ സി അതും നിങ്ങൾക്ക് ഇവിടുന്ന് ഫൈൻഡ് ചെയ്യാമല്ലോ. √√ പറഞ്ഞോ, -3ൻ്റെ സ്ക്വയർ. ഓക്കെ, ആൻഡ് 1ൻ്റെ സ്ക്വയർ. ഓക്കെ, ആൻഡ് കെൻ്റെ കൂടെ ഉള്ളത് -1. അപ്പോൾ -1ൻ്റെ സ്ക്വയർ. ആൻസർ എത്ര വരിക നോക്ക്? 9 + 1 10 + 1 11. അപ്പോൾ 11 ആണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നത്. അതും പ്രശ്നമല്ല. ഇത് രണ്ടും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആംഗിൾ ഫൈൻഡ് ചെയ്യുന്ന ഇവിടുത്തെ ഇക്വേഷൻ പ്രകാരം നമ്മൾ ആംഗിൾ cos θ = AB.AC ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സി ഇങ്ങനെ എഴുതുന്നത്. അപ്പോൾ AB.AC വേണ്ടേ? യെസ്, തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾ ഡോട്ട് പ്രൊഡക്റ്റ് കൂടി ഫൈൻഡ് ചെയ്തേ. AB.AC അതെത്ര നോക്കിക്കേ. ഇത് ഈസി അല്ലേ? 3 × -3. 3 × -3 എന്ന് പറഞ്ഞാൽ -9. 3 × -3 പ്ലസ് -3 × ജെൻ്റെ കൂടെ 1 അല്ലേ? അപ്പോൾ -3 × 1. ഓക്കെ, പ്ലസ് -2 × -1. അപ്പോൾ നിങ്ങളുടെ ആൻസർ നോക്കിക്കേ, -9 -3 + 2 എന്നാവും. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് -12 + 2
-10 ഇതാണ് നിങ്ങളുടെ ആൻസർ. ശരിയല്ലേ? -9 -3 -12 +2 -10. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാ നോക്കിക്കോ, നമ്മുടെ ആൻസർ ഏകദേശം ആയിട്ടുണ്ട്. AB.AC എന്ന് പറഞ്ഞാൽ -10 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് AB √22 മാഗ്നിറ്റ്യൂഡ് ഓഫ് AC √11. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ. അല്ല, നിങ്ങൾ ഒന്നുകൂടി അടിപൊളിയാക്കി എഴുതിയിട്ട് തീറ്റ ഈക്വൽ ടു തീറ്റ കോസ് ഇങ്ങോട്ട് വന്നാൽ കോസ് ഇൻവേഴ്സ് -10 ഡിവൈഡഡ് ബൈ √22 × 11 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആൻസർ കിട്ടുമല്ലോ. 22 × 11 ഒന്ന് അടിപൊളിയാക്കിയിട്ട് എഴുതിക്കുക. 22 × 11 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 22 220 22 242. അപ്പോൾ അത് ആൻസർ വരുന്നത് കോസ് ഇൻവേഴ്സ് -10 ഡിവൈഡഡ് ബൈ √242. ഇതനി സിംപ്ലിഫൈ ചെയ്യണോ നിർബന്ധമൊന്നുമില്ല, ഇത്ര മതി, ഇങ്ങനെ എഴുതിയാൽ മതി. ഇതാണ് അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ. കാര്യം ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പോൾ ഈസിയാണ്, ഈ ഒരു ടൈപ്പ് മനസ്സിലാക്കി വെക്കുക. ഇതാണ് ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ. ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്, ഈ ഇക്വേഷൻ മനസ്സിലാക്കണം കേട്ടോ. രണ്ട് വെക്ടേഴ്സ് എയും ബി ആണെങ്കിൽ അതിനിടയിലുള്ള ആംഗിൾ ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണിത്. ഇവിടെ AB AC ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്ത് ചെയ്തത്. ഓക്കെ, ക്ലിയർ? അടുത്ത് നോക്ക്. ഇഫ് A and B, okay, show that A plus B and A minus B are perpendicular. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെന്ന് നിങ്ങളോട് പറഞ്ഞത്, അത് ഷോ ചെയ്യാൻ. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിലുള്ള കണ്ടീഷൻ എന്താ? അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. ഇത് ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇഫ് A plus B and A minus B are perpendicular, then their dot product is 0. അപ്പോൾ ടു ഷോ അല്ലെങ്കിൽ ടു പ്രൂവ് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? A plus B എന്ന് പറയുന്ന വെക്ടറും അതേപോലെ തന്നെ A minus B എന്ന് പറയുന്ന വെക്ടറിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് ഇതെന്തായിരിക്കും? 0 ആയിരിക്കും. ഇതാ പ്രൂവ് ചെയ്യേണ്ടത്. അതെന്തുകൊണ്ടാണ്? കാരണം രണ്ട് വെക്ടർ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0. ഇവിടെ A plus B A minus B ആയതുകൊണ്ട് A plus B dot A minus B ആൻഡ് ദ ഫൈനൽ ആൻസർ ഈസ് 0. അത് കിട്ടുകയാണെങ്കിൽ ആ രണ്ട് വെക്ടർ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ, നോ ഡൗട്ട്. അപ്പോൾ നോക്കേ, ഞാൻ ഇവിടുന്ന് A plus B യും A minus B എഴുതാൻ പോവുകയാണ്. എന്നിട്ട് അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാം. A plus B 3 × 1 3 സോറി A plus B 3 + 1 അത് ഡോട്ട് പ്രൊഡക്റ്റ്. A plus B എന്ന് പറഞ്ഞാൽ 3, ഇവിടെ അതിൻ്റെ കൂടെ 1, 3 + 1 4, അപ്പോൾ 4i. ഇവിടെ -1, ഇവിടെ -5, -1 + -5 -6, അപ്പോൾ -6j. ഇവിടെ Kൻ്റെ കൂടെ -5, അവിടെ 3, -5 + 3 -2, അപ്പോൾ -2k cap. A plus B കിട്ടിയല്ലോ. ദെൻ വാട്ട് ഈസ് A minus B? A minus B എന്ന് പറഞ്ഞാൽ ഇതാ നോക്കണേ, Aയിൽ നിന്ന് B മൈനസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കൂടെ 3, ഇവിടെ അതിൻ്റെ കൂടെ 1, 3 - 1 2, അപ്പോൾ അതാ 2i cap. ഓക്കെ, ഇവിടെ ജെൻ്റെ കൂടെ -1, ഇവിടെ ജെൻ്റെ കൂടെ -5, -1 -5 എന്ന് വരും. -1 + 5 എന്ന് വരും 4, അപ്പോൾ അതാ +4j. ഇനി അടുത്ത് നോക്ക്, -5 -3 -8, അപ്പോൾ -8k. ഗോട്ട് ഇറ്റ്? ഇത്രയാണ് പരിപാടി. ഇനി ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത് നോക്ക്. ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം തീരുമാനമാവും. A plus B dot A minus B, A plus B dot A minus B ചെയ്ത് നോക്കുന്ന സമയത്ത് ഡോട്ട് പ്രൊഡക്റ്റ് അല്ലേ, ഇവിടെ 4 ഇവിടെ 2, അപ്പോൾ അതാ നോക്കേ 4 × 2 പ്ലസ് അടുത്തത് നോക്കിക്കോ -6 4, അപ്പോൾ -6 × 4 പ്ലസ് പിന്നെന്താ നോക്ക് -2 × -8 -2 × -8. ഇങ്ങനെ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാം, വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല. 4 × 2 എന്ന് പറഞ്ഞാൽ 8 പ്ലസ് -6 × 4 എന്ന് പറഞ്ഞാൽ -24, -2 × -8 എന്ന് പറഞ്ഞാൽ +16, 16ഉം 8ഉം 24, പ്ലസും മൈനസും മൈനസ് ആവും. അപ്പോൾ 24 - 24 ആൻസർ എത്രയാണ്? 0. അപ്പോൾ നമുക്ക് എന്ത് പറയാം? A plus B and A minus B are perpendicular. കാരണം ഡോട്ട് പ്രൊഡക്റ്റ് 0 അല്ലേ. സോ A plus B and A minus B are perpendicular vectors, perpendicular to each other. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി വെക്കണം. പെർപെൻഡിക്കുലർ ആണെങ്കിൽ, രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. റെഡി? അടുത്ത് നോക്ക്, കിടിലൻ ചോദ്യം. അതായത് A cross B ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ. എങ്ങനെ A cross B ഫൈൻഡ് ചെയ്യുക? ഇതുവരെ A dot B ഫൈൻഡ് ചെയ്തത്. A cross B ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഡിറ്റർമിനൻ്റ് ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് റോൾ IJK കൊടുക്കുന്നു. ഓക്കെ, സെക്കൻഡ് റോൾ A cross B ആണെങ്കിൽ എയുടെ സ്കെയിലാർ കമ്പോണൻറ്റ് നോക്കണേ, 2Jയുടെ കൂടെയുള്ള 1, ഇവിടെ Kയുടെ കൂടെ 3, അപ്പോൾ 2 1 3 അത് സെക്കൻഡ് റോൾ എഴുതുക. ആൻഡ് ബിയുടെ സ്കെയിലാർ കമ്പോണൻറ്റ് 3 - 5 - 2 3 - 5 - 2 ഇതെന്ത് ചെയ്യുക? അടുത്ത റോൾ എഴുതുക. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതി വളരെ അടിപൊളിയായിട്ട് വന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഡിറ്റർമിനൻറ്റ് ഫൈൻഡ് ചെയ്യാൻ പറ്റുക? ഡിറ്റർമിനൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് എലമെൻറ്റ് ചെയ്തു. ഓക്കെ, റോ ക്യാൻസൽ ചെയ്യും, കോളം ക്യാൻസൽ ചെയ്യും. അതിന് നേരെയുള്ള റോ, അതിന് താഴെയുള്ള കോളം. 1 × -2, പിന്നെ ബാക്കി വരുന്ന ഈ 4 ആൾക്കാരായിരിക്കും. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഫൈൻഡ് ചെയ്യും. 1 × -2 -2 -5 × 3 എന്ന് പറഞ്ഞാൽ -15. ഓക്കെ,
ആദ്യത്തതിന് പ്ലസും രണ്ടാമത്തതിന് മൈനസും മൂന്നാമത്തതിന് പ്ലസും ഇങ്ങനെയല്ലേ ഡിറ്റർമിനൻ്റ് ചെയ്ത സമയത്ത് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ പ്ലസ് നോ പ്രോബ്ലം. രണ്ടാമത്തത് മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു റോ ക്യാൻസൽ കോളം ക്യാൻസൽ 2 × -2 -4 -3 × 3 എന്ന് പറഞ്ഞാൽ 9. പിന്നെ മൂന്നാമത്തതിന് പ്ലസ്, അപ്പോൾ പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു റോ ക്യാൻസൽ കോളം ക്യാൻസൽ 2 × -5 -10 -1 × 3 എന്ന് പറഞ്ഞാൽ 3. ഇനി നോക്ക് -2 + 15 13 വരിക. അപ്പോൾ 13 ഐ ക്യാപ്പ് ഇതാണ് ഇതിൻ്റെ ആൻസർ. -4 -9 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും -13 -13 -j അപ്പോൾ അതും എന്താ ആൻസർ വരിക +13. അപ്പോൾ +13 ജെ ക്യാപ്പ്. -10 -3 എന്ന് പറഞ്ഞാൽ -13 അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് -13 കെ ക്യാപ്പ്. അപ്പോൾ ഇതാണ് ആക്ച്വലി എന്ത് നിങ്ങളുടെ ആ വെക്റ്റർ. കാര്യം കിട്ടിയോ? ഇതാണ് നിങ്ങളുടെ ആ വെക്റ്റർ A × B. ഇനി ചോദ്യം നോക്കേ, ഫൈൻഡ് ദ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് A ആൻഡ് B. അതെങ്ങനെയാണ് ചെയ്യുക? യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് A ആൻഡ് B. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. A എന്ന് പറഞ്ഞൊരു വെക്റ്ററും B എന്ന് പറയുന്ന ഒരു വെക്റ്ററും, ഇത് നല്ലതുപോലെ ശ്രദ്ധിക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ആക്ച്വലി വാട്ട് ഈസ് A × B? A × B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ വെക്റ്റർ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് A ആൻഡ് B. അതായത് A എന്ന് പറയുന്ന വെക്റ്ററിനും B എന്ന് പറയുന്ന വെക്റ്റർ, ഇത് A എന്ന് പറയുന്ന വെക്റ്റർ, B എന്ന് പറയുന്ന വെക്റ്റർ, അതേപോലെ A എന്ന് പറയുന്ന വെക്റ്റർ, ഈ രണ്ട് വെക്റ്ററും നമ്മൾ ഇങ്ങനെയൊക്കെ വെക്കും. കൈയുടെ വിരൽ ഇങ്ങനെയൊക്കെ വെക്കുന്ന സമയത്തുള്ളതുപോലെ മുകളിലത്തെ വിരൽ ഈ രണ്ട് വിരലിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വെക്റ്ററിനെയാണ് നമ്മൾ A × B എന്ന് വിളിക്കുന്നത്. അപ്പം ഇതാണ് ആക്ച്വലി എന്ത് എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്റ്റർ. എന്താ A × Bൻ്റെ പ്രത്യേകത? വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു A × B ഈസ് എ വെക്റ്റർ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ഈച്ച് ഓഫ് ദ വെക്റ്റർ A ആൻഡ് B, അല്ലെങ്കിൽ ബോത്ത് A ആൻഡ് B. എക്കും ബിക്കും ഒരേ സമയം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്റ്ററാണ് ആര് A × B. അപ്പോൾ നിങ്ങളോട് ചോദ്യം ചോദിക്കാം, ഫൈൻഡ് എ വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് A ആൻഡ് B. അപ്പോൾ എന്ത് ഫൈൻഡ് ചെയ്താൽ മതി? A × B ഫൈൻഡ് ചെയ്താൽ മതി. പക്ഷേ ക്വസ്റ്റ്യനിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടല്ലോ. A × B എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്റ്റർ വേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? എടാ മക്കളെ, ഒരു വെക്റ്ററിൻ്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്ററാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ വെക്റ്റർ A × B കിട്ടിയിട്ടുണ്ടല്ലോ, ഇതിൻ്റെ അതേ ഡയറക്ഷനിൽ മാഗ്നിറ്റ്യൂഡ് 1 ഉള്ളൊരു വെക്റ്റർ ഫൈൻഡ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ആക്ച്വലി ഫൈൻഡ് ചെയ്യേണ്ടത് എന്താ? A × Bയുടെ അതേ ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്റ്റർ. അപ്പോൾ നിങ്ങൾ നോക്കി, ഇത്രയേ ഉള്ളൂ ചെയ്യേണ്ട കാര്യം. യൂണിറ്റ് വെക്റ്റർ എലോങ് A × B. A × Bയുടെ അതേ ഡയറക്ഷനുള്ള ഒരു യൂണിറ്റ് വെക്റ്റർ ഫൈൻഡ് ചെയ്താൽ മതി. അപ്പോൾ A × B ഈ വെക്റ്റർ ഉണ്ട്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടി വേണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് വെറുതെ ഇവിടെ ഒന്ന് എഴുതട്ടെ. മാഗ്നിറ്റ്യൂഡ് ഓഫ് A × B ഒന്ന് വെറുതെ ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ നമുക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടും ഇങ്ങനെ: √13² + 13² + -13² ഒക്കെ സെയിം അല്ലേ? അപ്പോൾ എല്ലാം 169 അപ്പോൾ 3 × 169 വരും അല്ലേ? 3 × 169 ഇങ്ങനെ എഴുതി കൂടെ? 169 + 169 + 169. അപ്പോൾ ഈ 169 എന്ന് പറഞ്ഞാൽ 13ൻ്റെ √169 എന്താ 13ൻ്റെ സ്ക്വയറാണ് 169. അപ്പോൾ 13√3 എന്ന് ഇതിനെ മാറ്റി എഴുതാം, തെറ്റൊന്നുമില്ല. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് A × Bയുടെ മാഗ്നിറ്റ്യൂഡ്, അപ്പോൾ അതും കിട്ടി. ഇനി ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നോക്കിയേ, ആ വെക്റ്റർ ഏത്? A × B. A × B എന്ന് പറയുന്ന വെക്റ്റർ 13i + 13j -13k ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് A × B. A × Bയുടെ മാഗ്നിറ്റ്യൂഡ്. ഇത്രയുള്ള പരിപാടി. അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ഇതാ നോക്കേ, മാഗ്നിറ്റ്യൂഡ് എന്താ? 13√3. അപ്പോൾ ഞാൻ ഇനി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടെ, 13i ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 13√3 ആയതുകൊണ്ട് എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ. 13j ഡിവൈഡഡ് ബൈ 13√3 -13k ഡിവൈഡഡ് ബൈ 13√3. എന്നിട്ട് നിങ്ങൾ ഓരോന്നും ക്യാൻസൽ ചെയ്ത് നോക്കി. ഇവിടുന്ന് 13ഉം ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോയി, √3 മാത്രമേ ഉള്ളൂ. അപ്പോൾ 1/√3i. ഓക്കെ, ഇവിടുന്ന് ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ 1/√3j. ഓക്കെ, ഇവിടുന്ന് ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ -1/√3 വരും. അപ്പോൾ -1/√3k ഇതായിരിക്കും എന്ത്? A × Bയുടെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ. കാര്യം ക്ലിയർ ആയോ? സിമ്പിളാ, വലിയ പ്രശ്നമൊന്നുമില്ല, ഈസി ആയിട്ട് മനസ്സിലാക്കി വെക്കുക, അത്രയുള്ള പരിപാടി. ഇനി അടുത്തത്, ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യം കൂടി പറഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. Find the projection of vector A on the vector B. Projection of A on B ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക? A.B ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് B എന്നാ. പക്ഷെ B എന്ന് പറയുന്ന വെക്റ്റർ അവിടെ 2a തന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ A എന്ന് പറയുന്ന വെക്റ്റർ 2i + j അത് ആദ്യം എഴുതി. ആൻഡ് വെക്റ്റർ B എന്ന് പറഞ്ഞാൽ 2a അല്ലേ? അപ്പോൾ 2a എന്ന് പറയുന്ന സമയത്ത് 2 × A എന്താടാ? 2i + j. അപ്പോൾ 2i + j എങ്ങനെയാണ് ഒരു സ്കെയിലാർ കൊണ്ട് ഒരു വെക്റ്ററിന് മൾട്ടിപ്ലൈ ചെയ്യുക? ഒന്നുമില്ല, എല്ലാ
കമ്പോണൻറ്റിനെയും എല്ലാ സ്കെയിലാർ കമ്പോണൻറ്റിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 × 2 4, 4i + 2 × j 2j. അപ്പോൾ ഇതാണ് ആക്ച്വലി ആര് വെക്റ്റർ ബി. അപ്പോൾ അത് രണ്ടും കിട്ടി. ഇനി നോക്കേ, ഇനി ഈസിയാ. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി ആണ് ക്വസ്റ്റ്യൻ. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്ന് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചു വെക്കുക. എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി ആണെങ്കിൽ എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ബി. അപ്പോൾ എ ഡോട്ട് ബി വേണമല്ലേ? ഇതാ നോക്കണേ, ഇവിടെ 2 ഇവിടെ 4. അപ്പോൾ അതാ 2 × 4 പ്ലസ് ജെൻ്റെ കൂടെ ഇവിടെ 1 ഇവിടെ 2. അപ്പോൾ 1 × 2 അതാണ് എ ഡോട്ട് ബി. കെൻ്റെ കൂടെ ഉള്ളതില്ലല്ലോ. മാഗ്നിറ്റ്യൂഡ് ബി എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 4² + 2². 4² + 2². ഇതെന്താ വരിക? 16ഉം 4ഉം 20, √20 കിട്ടും. അപ്പോൾ അതാ ഇവിടെ √20 ആൻഡ് ഇവിടുത്തെ നോക്ക് 2 × 4 8, 1 × 2 10, സോറി 2 2 8 10, 10/√20. സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ചെയ്യാം, നോ പ്രോബ്ലം. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 5 × 4 എന്ന് എഴുതല്ലേ? വേണേൽ സിംപ്ലിഫൈ ചെയ്ത് 10 ഡിവൈഡഡ് ബൈ, ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. 5 × 4, 4ൻ്റെ റൂട്ട് 2. അപ്പോൾ നമ്മുടെ ആൻസർ 10/2√5 എന്ന് വരും. 10/2 എന്ന് പറഞ്ഞാൽ 5 അല്ലേ? 5/√5 എന്ന് എഴുതാം. ഇനിയും വേണമെങ്കിൽ ചുരുക്കാം. 5നെ √5 × √5 എന്ന് എഴുതാം. √5 × √5 ഡിവൈഡഡ് ബൈ √5. ഈ √5ഉം ഈ √5ഉം ക്യാൻസൽ ചെയ്തു പോയി. അപ്പോൾ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്ന് പറയുന്നത് എത്ര? √5. ഇനി അതൊന്നുമല്ല, ഇവിടെയാണ് ആൻസർ നിർത്തുന്നതെങ്കിലോ? കറക്റ്റാണ്, രണ്ടും കറക്റ്റാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ അടുത്ത നോക്ക്. ഫൈൻഡ് ഏരിയ ഓഫ് പാരലലോഗ്രാം ഹൂസ് അഡ്ജസൻറ്റ് സൈഡ് ആർ ഗിവൺ ബൈ. ഇതാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഒരു പാരലലോഗ്രാമിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യണം. അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡുകൾ അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന വെക്റ്റേഴ്സ് തന്നിട്ടുണ്ട്. അതായത് 3i + j + 4k ആൻഡ് i - j + k. ഇതാണ് ആ രണ്ട് വെക്റ്റേഴ്സ്, അതായത് എയും അതേപോലെ തന്നെ ബിയും. എടാ, ഏരിയ ഓഫ് പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ നോക്കണേ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഏരിയ ഓഫ് പാരലലോഗ്രാം. ഒരു പാരലലോഗ്രാമിൻ്റെ ഏരിയ നമ്മൾ ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഇക്വേഷൻ ഇതാ, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക? ആദ്യം എ ക്രോസ് ബി ഫൈൻഡ് ചെയ്യണം. തീർച്ചയായിട്ടും എ ക്രോസ് ബി ഫൈൻഡ് ചെയ്യാം. എ ക്രോസ് ബി ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് നോക്കിക്കേ, എ ക്രോസ് ബി എങ്ങനെ എ ക്രോസ് ബി ഫൈൻഡ് ചെയ്യുക? ഫസ്റ്റ് റോൾ i j k, സെക്കൻഡ് റോൾ എയുടെ സ്കെയിലാർ കമ്പോണൻസ് ഏതൊക്കെയാണ്? 3 1 4 3 1 4 ആൻഡ് അടുത്ത റോയിൽ ബിയുടെ സ്കെയിലാർ കമ്പോണൻറ്റ് 1 - 1 1 1 - 1 1. അപ്പോൾ നോക്ക്, i cap ഇൻറ്റു റോ ക്യാൻസൽ, കോളം ക്യാൻസൽ, 1 × 1 1 മൈനസ് -1 × 4 -4. രണ്ടാമത്തതിന് മൈനസ് അല്ലേ? അപ്പോൾ -j ഇൻറ്റു റോ ക്യാൻസൽ, കോളം ക്യാൻസൽ, 3 × 1 3 -1 × 4 4. ശരിയല്ലേ? ഡിറ്റർമിനൻസ് ആണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കെ പ്ലസ് മൂന്നാമത്തതിന് പ്ലസ്, അപ്പോൾ കെ ക്യാപ്പ് ഇൻറ്റു അതിന് നേരെയുള്ള റോ, അതിന് താഴോട്ടുള്ള കോളം ക്യാൻസൽ. അപ്പോൾ -1 × 3 -3 -1 × 1, അതെന്താ 1 തന്നെ. അപ്പോൾ നമ്മുടെ ആൻസർ നോക്കാം. 1 + 4 എന്ന് വരും. അപ്പോൾ 5 i ക്യാപ്പ്. 3 - 4 എന്ന് പറഞ്ഞാൽ -1 -1 × -j എന്ന് പറയുമ്പോൾ +j. -3 - 1 എന്ന് പറഞ്ഞാൽ -4 അല്ലേ? അപ്പോൾ -4k ക്യാപ്പ്. ഇതാണ് ആക്ച്വലി എന്ത് നിങ്ങളുടെ എ ക്രോസ് ബി. അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് വേണ്ടത്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് നോക്കണേ, 5² + 1² + -4². 5ൻ്റെ സ്ക്വയർ 25, 1ൻ്റെത് 1 ആൻഡ് -4ൻ്റെത് 16. അപ്പോൾ നോക്ക് ആൻസർ എത്ര ആയിരിക്കും വരുന്നത്? നോക്കും, 25 1 26, 26ഉം 16ഉം 42. അപ്പോൾ √42. ഇതാണോ ഏരിയ? അതെ, ഇത്രയും സ്ക്വയർ യൂണിറ്റ് ആയിരിക്കും ഇതിൻ്റെ ഏരിയ. കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ വെക്റ്ററിൽ നിന്നുള്ള ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾ എന്ത് പഠിച്ചിട്ടില്ലെങ്കിലും ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ കാണാം. അടിപൊളിയായിട്ട് പഠിക്കുക. ബൈ.